ടു നെതർലാൻഡ്സിൽ ഒരു മലയാളി കപ്പിൾ. ഈ ഒരു യാത്ര ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത യാത്രയാണ്. വിചാരിച്ച സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കുറേ കാലം കഴിഞ്ഞാലും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നു ഈ യാത്ര. ടോപ്പ് ഓഫ് യൂറോപ്പിലേക്കുള്ള യാത്രയുടെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഇനി ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്ര വലിഞ്ഞു പോയത്. മൂവീസിലൊക്കെ കണ്ട് മഞ്ഞ് വാരി എറിയുന്നതും മഞ്ഞിൽ കളിക്കുന്നതും ഒക്കെ എവിടെയോ എല്ലാവർക്കും ഒരു ആഗ്രഹമായിട്ട് കിടക്കുന്നുണ്ടാവില്ലേ, എപ്പോഴെങ്കിലും ലൈഫിൽ ചെയ്യണമെന്ന്. എനിക്കും അതേപോലെയായിരുന്നു. എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ മഞ്ഞുള്ള സ്ഥലത്ത് പോകണമെന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഏട്ടനടുത്ത് പറയായിരുന്നു. ആ സമയത്ത് ആക്ച്വലി ഞങ്ങൾ ഷിംലയ്ക്ക് പോകാൻ പ്ലാൻ ഇട്ടായിരുന്നു, ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ. പക്ഷേ ആ സമയത്ത് പിന്നെ കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയി, അതൊന്നും നടന്നില്ല. ഇതൊരു ഗൈഡഡ് ടൂർ ആയിരുന്നു കേട്ടോ. പക്ഷേ പാതി വഴിയിൽ നിന്ന് ഞങ്ങൾ അവർക്ക് ടാറ്റ പറഞ്ഞു ഞങ്ങളുടേതായ ഒരു വഴിക്ക് പോകാൻ തുടങ്ങി. രത്തിനും സിനുവും വേറെ വഴിക്കും പോയി. അതുകൊണ്ട് അവരിന് പിന്നെ കണ്ടത് അവസാനം ഇറങ്ങാറായപ്പോഴാണ്. എന്തായാലും തപ്പിത്തടഞ്ഞ് വീഴാതെ ഞാൻ മഞ്ഞുമലയുടെ മേളിൽ എങ്ങനെയൊക്കെയോ കയറി എത്തി. പിന്നെ അവിടെ നിന്ന് ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ചുറ്റിക്കാണുന്ന മഞ്ഞും അവിടെ നിന്നിട്ടെടുത്ത കുറേ വീഡിയോസ് മാത്രമേ ഉള്ളൂ. കാരണം പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ ആഗ്രഹം തോന്നിയത് മഞ്ഞ് കാണാം, മഞ്ഞിൽ കളിക്കാം, ആദ്യമായിട്ട് കാണാൻ പോകണം മഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിൻ്റർ വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇയറിൽ ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ നെതർലാൻഡ്സിൽ ഇവിടെ മഞ്ഞ് പെയ്യുമ്പോൾ 1-2 ദിവസമൊക്കെ ഫസ്റ്റ് ഇയറിൽ അത്രയൊക്കെ പെയ്തുണ്ടായിരുന്നുള്ളൂ. ആ ഒരു മഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും മെൽറ്റായി പോകും. ചിലപ്പോൾ 1-2 ദിവസം നിൽക്കും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നെതർലാൻഡ്സ് ഫ്ലാറ്റ് ആയിട്ടുള്ള കൺട്രിയാണ്, ഇവിടെ മലകളില്ല. അപ്പോൾ ഫ്ലാറ്റായിട്ട് മഞ്ഞും കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ നിറയെ മലകളല്ലേ, അപ്പോൾ ഈ മലനിരകളിൽ മഞ്ഞിങ്ങനെ കാണാനായിട്ട് അത് വേറൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒത്തിരി വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറേ ഇങ്ങനെ ബോറിംഗ് ആയിട്ട് വലിഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല ഇതൊക്കെ. അപ്പോൾ അതങ്ങനെ ഒരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ നെതർലാൻഡ്സിൽ മഞ്ഞ് പെയ്തപ്പം ആദ്യമൊക്കെ ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും മഞ്ഞിൽ ഞാൻ സൈക്കിൾ എടുത്തിട്ട് പോയപ്പോഴത്തേക്കും വീണായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ എനിക്ക് മഞ്ഞ് കാണുമ്പോൾ ഒരു പേടിയായിരിക്കും, സ്ലിപ്പായി വീഴുമെന്ന്. അത് ഓർത്തിട്ട് ഞാൻ പിന്നീട് മഞ്ഞ് പെയ്യുന്ന ദിവസങ്ങളിലൊന്നും പുറത്തേക്ക് അധികം ഇറങ്ങാൻ നിൽക്കില്ല. പിന്നെ ഗ്ലൗസൊക്കെ പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നഖത്തിലൊക്കെ നല്ല വേദനയായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ മൂക്കൊക്കെ ഫ്രീസാവും, മൊത്തത്തിൽ തണുത്ത് വിറച്ചൊരുമാതിരി ആവും. എനിക്ക് ആ ഒരു തണുപ്പ് അത്രയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇത്രയും സമയം ഇവിടെ മഞ്ഞിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ടയേർഡായി അങ്ങ് സൈഡാവുമെന്ന്. പക്ഷേ എന്തോ അവിടെ നിന്ന് ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്തു തോന്നുന്നു. ആ സമയം അത്രയും ഒരു എനർജിയിൽ അങ്ങ് നിന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്നോമാൻ ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത്. പക്ഷെ പിന്നെ എവിടുന്നോ ആ സ്നോമാൻ്റെ കാര്യമേ ഞാൻ മറന്നുപോയി. ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് അയ്യോ അന്ന് പിന്നെ ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ ചുറ്റിലും മഞ്ഞും അതിൻ്റെ നടുക്ക് നമ്മൾ നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആ സന്തോഷം ഒന്ന് വേറെ തന്നെയായിരുന്നു. അതുകൊണ്ട് ചുമ്മാ ഒത്തിരി വീഡിയോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ട് അന്നത്തെ ദിവസം. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഇത്രയും വീഡിയോസ് ഉണ്ടായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. ഒരു സാരിയൊക്കെ എടുത്തിട്ട് പോകായിരുന്നു. കാരണം അവിടെ ഒത്തിരി പേര് ആ മഞ്ഞിൽ തണുപ്പും സഹിച്ചിട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് ബോളിവുഡ് സ്റ്റൈലിൽ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം വന്നു. ഞാനും പോവായിരുന്നു അതേപോലെ പ്രിപ്പയർഡ് ആയിട്ടെന്ന്.
അങ്ങനെ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് സിനുവിനെയും ഋതുവിനെയും കണ്ടത്. പിന്നെ അവരുടെ കൂടെ തിരിച്ചു കയറി, അവരുടെ കൂടെ കുറേ വീഡിയോസ് എടുത്തു, അവർക്ക് കുറേ വീഡിയോസ് എടുത്തു കൊടുത്തു, ഞങ്ങൾക്കും കുറേ വീഡിയോസ് എടുത്തു. അടിച്ച് പൊളിച്ച് മൊത്തം എനർജിയും അവിടെ തീർത്തിട്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. ഇത് ഞാൻ കരയുന്നതല്ല കേട്ടോ, ഞാൻ ഗ്ലാസ് എടുക്കാണ്ടായിരുന്നു പോയത്. അപ്പം ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും മാത്രം ഗ്ലാസ് വെച്ചിട്ട് എടുത്തോണ്ടിരുന്നു. ബിക്കോസ് അല്ലാതെ കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കണ്ണിലേക്ക് തണുത്ത കാറ്റടിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഗ്ലാസ് മറന്നിട്ട് പോയി. അതുപോലെ നടക്കുമ്പോഴും ഈ സ്ലോപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോഴും ഒക്കെ സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കയറൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ പിടിച്ച് മെല്ലെ മെല്ലെ കയറാൻ പറ്റും. ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ വോയിസ് ഓരോ സ്ഥലത്ത് ഓരോ പോലെ ഉണ്ടാവും. കാരണം ഇത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസമായി. ആ സമയത്ത് ഫസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര എനർജിയിലൊക്കെ വോയിസ് ഓവർ ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. ഇപ്പം എനിക്ക് ഏകദേശം ഇവിടെ വിൻ്ററൊക്കെ ആയി പനിയൊക്കെ പിടിച്ച് തൊണ്ടയ്ക്ക് ഒരു മാതിരി ആയിരിക്കുന്ന സമയത്താണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇടയിലൊരു മലയാളി ഫാമിലീനെ കണ്ടു. അപ്പോൾ അവരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, നാട്ടിലെവിടെയാ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതുപോലുള്ള യാത്രകളും ഇതുപോലെയുള്ള ദിവസങ്ങളും, അതായത് ഈ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. വേറെ പ്രശ്നങ്ങളെ പറ്റിയൊന്നും ആലോചിക്കാതെ വേറൊരു മൈൻഡ് സെറ്റിലായിരുന്നു അന്നത്തെ ഡേ ഫുൾ ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും ലൈഫിൽ. പക്ഷെ എന്നാലും ഈ ചില യാത്രകൾ നമുക്ക് തരുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് സ്വിസ് ആൽപ്സിന് ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. താഴെ ഇറങ്ങി പിന്നെ റൂമിലേക്ക് പോകുന്നതൊന്നും ഞാൻ എടുത്തില്ല. ബിക്കോസ് അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയേർഡായി. പിന്നെ ഇനി ഇവിടുന്ന് ട്രെയിൻ കയറും, അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയിൽ പോവും. അപ്പോഴത്തേക്കും ഇനി ഫുഡ് എന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും എടുത്തില്ല.